ശിവഗിരിയിൽ നടന്നതും മുത്തങ്ങ വെടിവെപ്പും രണ്ട് സംഭവങ്ങളും ദുഃഖകരമെന്ന് പറയുന്ന ഖേദം പ്രകടിപ്പിക്കുന്ന AK ആന്റണി ഇരു സംഭവങ്ങളിലെയും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിക്കുള്ളതാണ് മറുപടിയെങ്കിലും തനിക്കെതിരായ പരാമർശങ്ങളിലും പഴികളിലും ആരും മറുപടി പറയാൻ തയ്യാറാകാത്തതിലുള്ള ഖേദവും പരിതാപവും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വസ്തുത. TS ഹരികൃഷ്ണയുണ്ട്. ഹരി, ഇന്ന് കുറെ കാലത്തിന് ശേഷമാണ് AK ആന്റണി മാധ്യമങ്ങളെ കാണുന്നത്. ഒറ്റയ്ക്ക് മുന്നിട്ടിറങ്ങി വന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് ഭരണപക്ഷത്തിന് നൽകുന്ന മറുപടിക്ക് അപ്പുറത്തേക്ക് കാലവും സംസാരിക്കുന്നതാണ്. ഈ മുത്തങ്ങയും ശിവഗിരിയും ഒക്കെ ഏത് കാലഘട്ടത്തിലും പോലീസ് അതിക്രമത്തെ ചോദ്യം ചെയ്യുമ്പോൾ പ്രതിരോധിക്കുന്ന വിഷയങ്ങളാണ്. അവിടെ തനിക്കെതിരെ താൻ ചെയ്തതിനെതിരെ പ്രതിരോധിക്കാൻ ആരുമില്ല എന്നുള്ളൊരു പരിതാപം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് AK ആന്റണി. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഞാനിപ്പോൾ മാധ്യമങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല, ഇതൊരു പെട്ടെന്നായിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. അതായത് അദ്ദേഹം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ വിശദമായി കാണാനിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് പത്രക്കാരെ കാണാൻ നിർബന്ധിതനായി എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളിലേക്ക് വരുന്നത്. ഇന്നലെ നിയമസഭയിൽ നടന്ന സംഭവ വികാസങ്ങൾ, ഇന്നലെ നിയമസഭയിൽ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ച, അതിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതിനെതിരെ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ചില ആയുധങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ശിവഗിരിയിലെ സംഭവവും മുത്തങ്ങ സംഭവവും. അത് ആയുധമാക്കുമ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് കൃത്യമായ ഒരു പ്രതിരോധം AK ആന്റണിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തൻ്റെ ഭാഗം ജനങ്ങൾ അറിയണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണാൻ എത്തിയത്. ഈ രണ്ട് സംഭവങ്ങളെയും അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്ന് അദ്ദേഹം പറയുന്നതിനോടൊപ്പം അന്ന് നടന്ന സംഭവങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് താൻ മുഖ്യമന്ത്രിയോടുള്ള അഭ്യർത്ഥന എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇനി ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇതെൻ്റെ അവസാനത്തെ വാർത്താ സമ്മേളനമല്ലെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു.